കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഒരു 9 മണി വരെ, അതായത് മൊത്തം പ്ലംബിങ്ങിൻ്റെ പണിയായിരുന്നു. അപ്പോൾ നമ്മളെ ഗാർഡന് നനക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് സെറ്റിങ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മളിതൊന്ന് സെറ്റാക്കി വരുന്നവരെ നനക്കാനൊക്കെ, അതായത് മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു കുഴൽക്കിണർ അടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് 260 അടിയാണ് നമ്മൾ അടിച്ചത്. പക്ഷേ നമ്മളതിൽ 260 അടിയിൽ 260 അടിയും പൈപ്പ് ഇറക്കി. അതായത് അതിൻ്റെ അകത്ത് സോയിലിൻ്റെ മെറ്റലിൻ്റെ ഒക്കെ ഇളകി വരുന്നത് കൊണ്ട് അത് അടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആ പൈപ്പ് ഇറക്കിയത്. പക്ഷേ നമുക്ക് ആ പൈപ്പ് ഇറക്കിയിട്ടും 50 അടിയോളം എന്തുപറ്റി, നമ്മളെ മോട്ടർ ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതായത് 4-5 പൈപ്പാണ് അടിയിൽ വരെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്നിപ്പം നനക്കാനൊക്കെ അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ 50 അടിയിൽ താഴെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. എന്നാലും ഈ ഒരു 50 അടി കുഴിച്ചിട്ട് നമുക്കതിൽ മോട്ടർ ഇറക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം നല്ല രീതിയിൽ നനക്കാനും അതുപോലെ തന്നെ ഈ ഒരു ലൈൻ കമ്പിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകളുടെ ഹൈറ്റും പാക്കറ്റിൻ്റെ ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ കസ്റ്റമറിന് താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷം കൂടെ നമുക്ക് ഇന്ന് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഏകദേശം ഒരു പ്ലാന്റ് എത്ര ഹൈറ്റ് ഉണ്ടെന്നതാ. അപ്പോൾ ഞാൻ അടുത്ത് വന്നിട്ട് കാണിച്ചത് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ്. ഇത് ഇത് R2E2 ആണ്. ഈ ഒരു മാംഗോ R2E2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ മല്ലികയുണ്ട്, അതുപോലെ തന്നെ കുളമ്പ് മാവുണ്ട്, പിന്നെ കാട്ടിമൂണ്, തായ്ലൻഡ് കാട്ടിമൂണുണ്ട്, കുളമ്പ് മാവുണ്ട്. ഇതൊക്കെ മല്ലികയൊക്കെ ഏകദേശം ഇതാ നമ്മുടെ ഒപ്പത്തിനൊപ്പം ഏകദേശം ഇതാ ഇത്രയും ഉണ്ട്. അപ്പോൾ എല്ലാത്തരം മാവുകളും ഉണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞു മാവിൻ്റെ ഇത് വലിപ്പം ഒന്ന് കാണിക്കാവോ, അല്ലെങ്കിൽ ട്രീകളുടെ വലിപ്പം ഒന്ന് കാണിക്കാവോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ഏകദേശം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ 300 രൂപ 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ വിലയൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ 300 രൂപ താഴെയും 600 രൂപ താഴെയാണ്. 2 ടൈപ്പ് പ്ലാന്റ് ആണുള്ളത്. ഒന്ന് മീഡിയം, അത് പിന്നൊന്ന് ബിഗ്. അതായത് വലുതിന് നമ്മൾ കൊടുക്കുന്നത് 600 രൂപ അതിൽ താഴെ, ചെറുതിന് കൊടുക്കുന്നത് 400 താഴെ, ഏകദേശം 350-300. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നനക്കലായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ശരിയായതുകൊണ്ട് ശരിക്കും നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിനും പ്ലാവിനും അധികം വെള്ളം വേണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം മതി. അത് നല്ലോണം വളരാൻ ശരിക്കും അതിന് നല്ല ചൂട് കാലാവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ അത് മഴ സമയത്ത് അത് വെള്ളം ശേഖരിക്കും, വേനൽ സമയത്ത് അത് ആവശ്യമുള്ള വെള്ളം എടുക്കുക ചെയ്യുക. അപ്പോൾ അതാണ് മറ്റു വിശേഷം കൂടി നമുക്ക് കാണാം. പിന്നെ നമ്മളെ കയ്യിലുള്ളത് വിയറ്റ്നാം മേളി, അതുപോലെ തന്നെ ഡങ് സൂര്യപ്ലാവ്. ഇതൊക്കെ ഇത്രയും തന്നെ ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഷോൾഡറിൻ്റെ അത്രയുണ്ട്. ഇതിന് ഏകദേശം 500 രൂപ താഴെയാണ് റേറ്റ് ഉള്ളൂ. 500 രൂപ താഴെയാണ് റേറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഡങ് സൂര്യ, വിയറ്റ്നാം മേളി, വിയറ്റ്നാം റെഡ്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് റംബൂട്ടാൻ N18 ആണ്. റംബൂട്ടാൻ N18 ഒരാൾ ഹൈറ്റ് ഉണ്ട്. ഇതിന് ഏകദേശം വരുന്നത് 600 രൂപ എബോവ് ആണ്. 600 രൂപ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇതിപ്പം 3 വർഷം ആയതാണ്. ഇനിയിപ്പം 3-ാം വർഷത്തിലാണ്. ഇനിയിപ്പോൾ തന്നെ ഇത് മുട്ടിടാനും കായ്ക്കാനും തുടങ്ങും. അപ്പോൾ ഇത് പാക്കറ്റിലായതുകൊണ്ടാണ്, പാക്കറ്റിലും മുട്ടിടും. അപ്പോൾ ഈ N18ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പഴം 55 ഗ്രാം ഉണ്ടാവും. 20-24 പഴം 1 കിലോ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തോട് നമുക്ക് പെട്ടെന്ന് അനായാസം പൊളിച്ചെടുക്കാനും, തോട്ടിൽ പറ്റിപ്പിടിക്കില്ല. തോട് പെട്ടെന്ന് ഇളകി വരുന്ന ടൈപ്പ് ഇതാണ് ഫ്രൂട്ട്സാണ് ഈ ഒരു N18 വിഭാഗത്തിൽപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് ഇനിയിപ്പം ഈ ഒരു പ്ലാന്റൊക്കെ ആവശ്യമുള്ള ആളുകൾ നമ്മളെ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. അതുപോലത്തെ മറ്റ് ജില്ലകളിലാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.